ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല രുചിയിൽ പൂ പോലെ മയമുള്ള തിരുവോണത്തിന് നേദിക്കുന്ന തിരുവോണ അട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇലയടയ്ക്ക് വേണ്ടി ആദ്യമേ ഈ ഉണക്കലരി ഒന്ന് കഴുകി കുതിർത്തെടുക്കണം. 200 ഗ്രാം ഉണക്കലരി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ്. ഇപ്പോൾ ഉണക്കലരി ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചരി എടുക്കാം, പക്ഷേ ടേസ്റ്റ് ഉണക്കലരി എടുക്കുന്നതായിരിക്കും. ഇത് 3 മണിക്കൂർ നേരം ഒന്ന് കുതിർക്കാൻ വെക്കണം. ഇതിപ്പോൾ അങ്ങനെ കഴുകി കുതിർത്ത് വെച്ചേക്കുന്ന അരിയെ ഇനി ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കാം. ഇത് നല്ലതായിട്ട് അരച്ചിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിപ്പോൾ ഇച്ചിരി ഒരു കട്ടിയായിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറ് ശകലം വെള്ളത്തിൽ കഴുകി അതും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊഴിച്ചിട്ട് നോക്കാം. ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണം ഇതിരിക്കാൻ. ഒരുപാട് ലൂസായി പോകരുത്. ഇത് നേദിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിൽ ഉപ്പ് ചേർക്കത്തില്ല. അല്ലാത്ത സമയങ്ങളിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ 2-3 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഇരിക്കണം. ഇലയിലൊന്ന് പരത്തി എടുക്കണം, അല്ലെങ്കിൽ ഇലയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കണം. ആ ഒരു ലൂസിൽ വേണം ഇരിക്കാൻ. ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ നെയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഏത്തപ്പഴവും തേങ്ങയൊക്കെ ഒന്ന് വിളയിച്ചെടുക്കണം. ഞാനിപ്പം മീഡിയം വലിപ്പമുള്ളൊരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലതായിട്ട് തന്നെ പഴുത്തത് വേണം എടുക്കാൻ. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പാനിലോട്ട് ഈ ശർക്കര പൊടിച്ചതിട്ട് കൊടുക്കാം. 200 ഗ്രാം ശർക്കര, 1.25 കപ്പ് ശർക്കര ഉണ്ടായിരുന്നു. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ശർക്കര മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് കുറുകി വരട്ടെ. മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ച് ഒരു നൂൽ പരുവൊക്കെ ആയിട്ടുണ്ട്. ഇത്രയൊന്ന് കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങ മുഴുവനും ഞാൻ തിരുമിയിട്ടുണ്ട്. 250 ml കപ്പിൽ 2.5 കപ്പ് തേങ്ങയുണ്ട്. തേങ്ങ നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ വെള്ളമയമൊക്കെ പോയി കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഇത് നേദിക്കാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഏലക്കാപ്പൊടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. നിങ്ങളിപ്പോൾ അല്ലാത്ത സമയത്താണ് ചെയ്യുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാമെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ രീതിയിലായിട്ടുണ്ട്. ശകലം കൂടെ ഒന്ന് ഡ്രൈ ആയാൽ മതി. ഈ സമയത്ത് ഏത്തപ്പഴം അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഏത്തപ്പഴം കൂടെ ചേർന്നൊന്ന് ചെറുതായിട്ടൊന്ന് വരണ്ട് വരണം. ഇതിപ്പോൾ ഈർപ്പമൊക്കെ പോയിട്ടുണ്ട്. പാകത്തിന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാൻ കുറച്ച് വാഴയില കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലൊന്ന് കീറിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ചെറിയ രീതിയിലൊന്ന് വാട്ടിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് വാടിപ്പോവരുത്. അപ്പോൾ ഇലയിലോട്ട് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. സ്പൂണ് കൊണ്ട് നല്ലതായിട്ടൊന്ന് പരത്തിയെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അല്ല, കനം കുറച്ച് പരത്തണം. ഇനി ഇതിലോട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഒരു സൈഡിൽ വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ടിത് ഈ സൈഡിലോട്ട് മടക്കണം. എന്നിട്ട് 2 സൈഡും ഇങ്ങനെ മടക്കിയിട്ട് ഇത് ഇങ്ങനെ മടക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കണം. ഇതിപ്പം എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരളവിൽ 16 ഇലയടയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു മീഡിയം സൈസിലൊക്കെ ഞാൻ പരത്തിയേക്കുന്നത്. ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഇത് വേവിച്ചെടുക്കുന്നത്. എൻ്റെ മിഡിലത്തെ തട്ടാണ് ഞാൻ ഇങ്ങനെ കമത്തി വെച്ചേക്കുന്നത്. അപ്പോൾ ഓരോന്നും വെച്ച് കൊടുക്കാം. മിഡിലും സൈഡിലും ഒക്കെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം വെച്ച് കൊടുക്കാൻ. അതായത് ഒന്നിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ അടുക്കി വെച്ച് കൊടുക്കുവാണെങ്കിൽ ഈ അട വേവത്തില്ല, ഒട്ടിപ്പിടിച്ചിരിക്കും. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 20 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെ ഒന്ന് വേവിക്കാം. മീഡിയം ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയത്, നല്ല സോഫ്റ്റ് ആയത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.